പാലക്കാട് രാഹുൽ മാങ്കൂട്ടം പെണ്ണ് കേസിൽ അകത്തായതിനു ശേഷം ഇപ്പൊ അറസ്റ്റിലുമായി. പാലക്കാട് വല്ലാത്തൊരു കടിപിടിയാണ്. സുരേന്ദ്രൻ നിൽക്കുമെന്നൊക്കെ BJP-യിലെ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് സുരേന്ദ്രനെതിരായി നിൽക്കാൻ വല്ലാത്തൊരു ആവേശമാണ് പലർക്കും. ഇപ്പൊ സന്ദീപ് വാര്യർ അടക്കം ഞാൻ വേണമെങ്കിൽ സുരേന്ദ്രനെതിരെ പാർട്ടി പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് മത്സരിച്ച് കാണിച്ചു തരാം എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ചെന്നിത്തല എന്നെ മുളയിലേങ്ങ് നുള്ളി വെട്ടി വീഴ്ത്തി സന്ദീപ് വാര്യർ എന്നുള്ളതാണ്. എനിക്ക് ദയവായി എല്ലാ മാധ്യമങ്ങളോടും ഒരു അഭ്യർത്ഥനയുണ്ട്. പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നു പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കുക. വെറുതെ ആളുകളുടെ പേര് എടുത്തു കൊടുത്ത് വെറുതെ പല ആളുകൾ എന്റെ പേര് വന്നില്ല എന്ന് പറഞ്ഞാണ് ബഹളം. ഈ സന്ദീപ് വാര്യരുടെ ആഗ്രഹങ്ങളൊന്നും BJP എന്ന് വിട്ടുപോയി കോൺഗ്രസിൽ എത്തിയിട്ട് നടക്കുന്നില്ല അല്ലേ? അല്ല, ഇത് തലവേദനയായിരുന്നു കോൺഗ്രസിന്. കാരണം സന്ദീപ് വാര്യരെ പുറത്താക്കി കോൺഗ്രസ്. ഇതിനകത്ത് ആരോ കൊണ്ടുവന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് അതിന് താല്പര്യമെടുത്ത ആൾ പ്രതിപക്ഷ നേതാവാണ്, VD സതീശനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഈയിടെ ഈ പഞ്ചായത്ത് ജയിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ്റെ കാര്യം പറയും, ഇവനെ പോലുള്ളവനെയൊക്കെ നിങ്ങൾ ഈ പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിനകത്ത് പേരും കൊണ്ട് വരുന്ന നാണക്കേടില്ല, നാണമില്ല, പത്രപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് നടക്കാനെന്നുള്ള രീതിയിൽ അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇതേ വർത്തമാനം നേരത്തെ ഈ പറഞ്ഞ K. മുരളീധരൻ പറഞ്ഞതാണ്. ഇയാളെ കൊണ്ടുവന്നപ്പോൾ ഇതിനകത്തുള്ളവന്മാരെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല, ഉള്ളവർക്ക് വേണ്ട രീതിയിലുള്ള പൊസിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, ഉള്ളവരെ മത്സരിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം വളരെ കാലം കൊണ്ട് ഇതിനു വേണ്ടി വിറക് വെട്ടിയും അല്ലെങ്കിൽ വെള്ളം കോരിയും നിൽക്കുന്നവനെ പരിഗണിക്കാൻ പറ്റാത്തപ്പോൾ ഏതെങ്കിലുമൊക്കെ പാർട്ടിക്കകത്ത് ആ പാർട്ടിക്ക് കൊള്ളാത്തവനെന്നുകൊണ്ട് വെളിയിൽ കിടക്കുന്നവനെയൊക്കെ കൊണ്ടുവരണോ എന്ന് ചോദിച്ച് അറിയാമല്ലോ, ഒരു ശൈലി അറിയാമല്ലോ K. മുരളീധരൻ്റെ. അന്നേരം ഇദ്ദേഹം പറഞ്ഞു, അയ്യോ K. മുരളീധരനെ കണ്ട സൂര്യൻ്റെ കൂട്ടിരിക്കുമല്ലോ, ആനയുടെ കൂട്ടിരിക്കുമല്ലയോ, കടലിൻ്റെ കൂട്ടിരിക്കുമല്ലയോ, പൂർണ്ണചന്ദ്രൻ്റെ കൂട്ടിരിക്കുമല്ലോ, ഇതിനെയൊക്കെ എത്ര കണ്ടാലും നമുക്ക് മതി വരുമോ ഇല്ലെന്നൊക്കെ ഉള്ള രീതിയിൽ ചെന്നിട്ട് പുള്ളി അടുത്ത് പറഞ്ഞ തടവൊക്കെ തന്നാ നീ നിന്നോടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീണ്ടും ഇപ്പോൾ പുള്ളി പറഞ്ഞ അതൊക്കെ തന്നെ, ഇതിനെയൊക്കെ വേണ്ട, പാഴ് ജന്മമാണ്. അപ്പം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വർത്തമാനം പറഞ്ഞ നിങ്ങൾ കേട്ടത്, തങ്ങൾ പറഞ്ഞാൽ ഞാൻ എവിടെയും മത്സരിക്കുന്നു, തങ്ങൾ പറഞ്ഞാൽ ഞാൻ എവിടെയും മത്സരിക്കും. തങ്ങളാണോ ഈ കേരളത്തില് കോൺഗ്രസിന്റെ പ്രസിഡന്റ്? തങ്ങളല്ലല്ലോ. അപ്പൊ തങ്ങളെ താങ്ങി എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ഒപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇദ്ദേഹം സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് എവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്റ്റേജിനകത്ത് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കോൺഗ്രസിനകത്ത് കയറി കച്ചവടം ഉറപ്പിച്ച് അതിന് വേണ്ടി വർത്തമാനം പറഞ്ഞ് ആ വർത്തമാനം പറച്ചിൽ ആർക്ക് വേണ്ടി കച്ചവടം ആരുടെ അച്ചാരം മേടിച്ചിട്ടാണെന്ന് മനസ്സിലായി. ആ വർത്തമാനം പറച്ചിൻ്റെ എല്ലാം അച്ഛനായി മുസ്ലിം ലീഗ് പറയുന്നത് പറഞ്ഞ് മുസ്ലിം ലീഗ് ഒഴിവാക്കി. നമുക്ക് ആവശ്യമില്ലാത്ത പേര് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകളുടെ വക്താവായിട്ട് നിന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആക്ഷേപം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പോകും. നമുക്കതിനുള്ള ചിലപ്പോൾ മുസ്ലിം ലീഗ് മാറ്റി. അപ്പം മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് നീണ്ടില്ലായിരുന്നു, കല്യാണത്തിന് പോകുന്നു, സുന്നത്ത് കല്യാണത്തിന് പോകുന്നു, മറ്റ് പലതിനും പോകുന്നു, അവിടെ നിൽക്കുന്നു, മുസ്ലിം രാഷ്ട്രങ്ങൾ മുഴുവൻ സന്ദർശിക്കുന്നു, ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴെപ്പോഴും കുറച്ച് നാളും കൊണ്ട് അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. കാരണം അവർക്ക് മനസ്സിലായി ഇതിനെ അടുപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ഇതിനെ വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. കാരണം ഇന്നലെ വരെ ഉപ്പും ചോറും തിന്ന് ഒരു പാർട്ടിക്കകത്ത് നിന്ന് ആ പാർട്ടിക്കാർ വിശ്വസിച്ച് സമരത്തിന് പോയാൽ തല്ലുകൊള്ളിക്കത്തില്ല, ജലപീരങ്കി വന്നാൽ മാറ്റി നിർത്തും കൊച്ചാട്ടനെ, എന്നിട്ട് ചാനൽ ചർച്ചയ്ക്കകത്ത് മാത്രം നിന്ന് ആ ഈ ലോകം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പാർട്ടിയെ ഒറ്റി, അതിനകത്ത് നരേന്ദ്രമോദിയെ ഒറ്റി, സർവാംഗത്തിനെ ഒറ്റി ഇപ്പുറത്ത് നിന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവൻ നാളെ കാലത്തെ ഇതിനെക്കാട്ടി ഇച്ചിരി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വെച്ച് കിട്ടാമെങ്കിൽ സീറ്റോ അല്ലെങ്കിൽ ഇച്ചിരി ഒക്കെ കൊടുത്താൽ അല്ലെങ്കിൽ നാളെ കൊടുത്തതൊക്കെ വേറെ ആരെങ്കിലും ഇച്ചിരിയുടെ കൂട്ടിക്കൊടുക്കാൻ തയ്യാറായാലും അതിൻ്റെ കൂടെ പോകും. അതുകൊണ്ട് ഈ സാധനത്തിനെ വേണ്ട എന്ന് പറഞ്ഞ് ഇരിക്കുന്നൊരവസ്ഥ ഇപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറി ആക്കിയിട്ടുണ്ട്. പുള്ളി ഈ 56 പേര്, 56 66 556 അതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇദ്ദേഹം പാലക്കാട് വലിയൊരു കളിയാണ് കളിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആദ്യം അവിടെ ചെന്നപ്പോൾ ആദ്യ കേസിനകത്ത് രാഹുൽ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ എല്ലായിടവും തവിഞ്ഞ് കോൺഗ്രസ് ഇത് വളരെ കൃത്യമായിട്ട് ഒതുക്കി ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ കൈകാര്യം ചെയ്ത് വെച്ച സമയത്ത് അവിടെ ചെന്നിട്ട് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചിട്ടില്ല. കാരണം വീണ്ടും മാധ്യമങ്ങൾ ഇതിൻ്റെ പുറകെ വന്ന് കൂടി. മനസ്സിലായി. രണ്ടാമത് ഇയാൾക്ക് ഒരു കേസ് വന്ന് ജാമ്യം എടുക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഈ കേസുമായിട്ട് നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ കൂടെ ഇദ്ദേഹവും ചാടിക്കഴിഞ്ഞപ്പം ഈ കേസ് തെരുവിൽ വീണ്ടും പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുക, ചർച്ചയായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജാമ്യം കിട്ടാത്തൊരവസ്ഥ വന്നു. അതായത് പാലക്കാട് സീറ്റിന് വേണ്ടി പുള്ളി അതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. പാലക്കാട് കോൺഗ്രസ് ഇനി രാഹുൽ മാങ്കൂട്ടം തീർന്നു കഴിഞ്ഞാൽ അടുത്തത് എന്നെ പരിഗണിക്കുന്ന രീതിയിലേക്ക് വരണം. അവസാനം പറഞ്ഞു ആവശ്യമില്ലാത്ത വർത്തമാനം രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പറഞ്ഞ K. മുരളീധരൻ പറഞ്ഞു. സൈബർ അറ്റാക്കും ഒക്കെ വന്നാണ് രാജ്മോഹൻ ഉത്താണ് വന്ന് എനിക്കെതിരെ സൈബർ അറ്റാക്ക് വന്നാൽ ഇതിൻ്റെ കാര്യം മൊത്തം എൻ്റെ വേണ്ടി മൊത്തം ഞാൻ പറയും. അന്നേരം ഇയാളെ ഒരു ഏതവൻ പറഞ്ഞാലും ഏത് പാർട്ടി പൊസിഷനിൽ പറഞ്ഞാലും രാഹുലിന് വേണ്ടി അല്ലെങ്കിൽ മറഞ്ഞു നിന്നിട്ട് സൈബർ
പോരാളി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ വിഷയം ഉയർത്തി കാണിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ കൂട്ടത്തിൽ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ നിൽപ്പുണ്ടെങ്കിൽ, പുതു കോൺഗ്രസ്സുകാരൻ നിൽപ്പുണ്ടെങ്കിൽ എല്ലാവരും ഇതിനകത്ത് പുറത്താക്കുമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി മിണ്ടിയിട്ടില്ല. പുള്ളി വീണ്ടും ഇങ്ങനെ തപ്പി വരുന്നുണ്ട്. ഞാൻ എവിടെ പറഞ്ഞാലും മത്സരിക്കും, ഈ പറയുന്നത് പോലെ ഞാൻ പിണറായി വിജയനെതിരെ മത്സരിക്കും. പിണറായി വിജയനെതിരെ ആർക്കും മത്സരിക്കാം, എനിക്കും മത്സരിക്കാം, തനിക്കും മത്സരിക്കാം. അവിടെ ചെന്ന് മത്സരിക്കും എന്ന് വെച്ചാൽ പുള്ളി, കാരണം സീറ്റ് ആരും പരിഗണിച്ചില്ലെങ്കിൽ സീറ്റിന്റെ തലത്തിലേക്ക് കൊണ്ടുവരുക. പുള്ളി തന്നെത്താനെ പറയുക, ഞാൻ മത്സരിക്കും, എനിക്ക് മത്സരിക്കാം, ഞാൻ MLA ആവും. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ ആര് പറഞ്ഞെന്നാ, ഏതാ ഇന്നലെ രമേശിനെ വെച്ച് ആരാടേ പറഞ്ഞേ, ഇവിടെ പഞ്ചായത്തിൽ പോലും നിന്ന് ജയിക്കാത്തവന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വലിയൊരു 2026 നടക്കുന്ന വലിയൊരു നിയമസഭ A ക്ലാസ് അല്ലെങ്കിൽ ലിസ്റ്റിലുള്ളവരുടെ പേരിന്റെ കൂട്ടത്തിൽ ഇതിനെയൊക്കെ കൊണ്ടുവരുന്നത് എന്തിനാ? അല്ലെങ്കിൽ അതിന്റെ അജണ്ട എന്തുവാ? നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെപ്പറ്റിയൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്. ഇന്നെ ചർച്ച ചെയ്യുന്ന കാര്യത്തിനകത്തൊരു ക്വാളിറ്റി ഉണ്ടാവും. ഒരു ക്വാളിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ അതൊന്നും പരിഗണനയേ ഇല്ല. അപ്പൊ ആ പരിഗണനയേ ഇല്ലാത്ത സമയത്ത് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ സമയദോഷം കൊണ്ടോ അല്ലെങ്കിൽ ചെയ്തിയുടെ ഗുണം കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തുമായാലും അയാളുടെ കാര്യം ക്ലീൻ ബോൾഡായി ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരാനാണ് പുള്ളി ആദ്യം ശ്രമിച്ചത്. ഇനി എത്തിച്ചേർന്നില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ എവിടെങ്കിലും ഒരു സീറ്റ് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ഒരുപക്ഷെ മത്സരിക്കുന്നതിന് വേണ്ടി പുള്ളി തയ്യാറാകുന്നു. ഏതായാലും ഇദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നതിന് കോൺഗ്രസിനകത്ത് ഒരുപക്ഷെ പാലക്കാട് അയാൾ ഈ പറയുന്നിടത്തായാലും തങ്കപ്പൻ എന്ന് പറഞ്ഞ DC പ്രസിഡന്റ് പറഞ്ഞ ഈ സാധനത്തിന് ഇവിടെ വേണ്ട, ഇവിടെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, എവിടെ നോക്കിയാലും ഞങ്ങൾ വിളിക്കേണ്ടിടത്തും വിളിക്കാത്തടത്തും എല്ലാം വന്ന് കാര്യം പറയുക. ഈ ഇവിടുത്തെ പാർട്ടിയുടെ കാര്യം ഒന്നുമല്ല പറയുന്നത്. ആരേൽപ്പിച്ച് KPCC ഏൽപ്പിച്ചാങ്കിൽ അത് പറയണം, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഉത്തരവാദിത്തമില്ല, അതിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ വേണ്ട. അവസാനം ആറന്മുള വന്ന് ഇവിടെ വന്നിടന്ന് അടി മേടിച്ച് ഞാൻ ഒരാൾ പറയത്തില്ല, ഇന്ത്യയുടെ ഒരു മോഹനുണ്ട്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, അവൻ ആ ആറന്മുള സീറ്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പുള്ളി അത് ഉന്നം വെച്ചാൽ ഇങ്ങോട്ട് വന്നേ, അവനാണെങ്കിൽ ഏത് കറുത്ത വണ്ടി കണ്ടാലും അതിൻ്റെ മുമ്പിൽ എടുത്തി ആടുക. കാരണം ഇത് പിണറായി വിജയൻ്റെ ആണെന്ന് പറഞ്ഞത് എന്നുവെച്ചാൽ എങ്ങനെയും അടി മേടിക്കുക, കേസുണ്ടാക്കുക. പിണറായി വിജയൻ്റെ ലൈവായിട്ട് നീ, കാരണം ഈ സീറ്റ് എങ്ങനെയും പുള്ളിക്ക് തപ്പിയോ അതിൻ്റെ കൂട്ടത്തിൽ ഇയാൾ അറിയുന്നില്ലല്ലോ, ആരാണ്ട് വിളിച്ച് പറഞ്ഞ് ഉൾക്കാണ്ടതിന് വന്നു. ഇവിടെ വന്നിട്ട് അവനാക്കി ഇത് എങ്ങനെയും ജയിലിൽ പതിക്കാന്ന് അവിടെ കിടന്ന് അടി ഉണ്ടാക്കി ഇതിനെ വലിച്ചങ്ങ് ജയിലിൽ കൊണ്ടുപോയി 10-25 ദിവസം അവിടെ കിടന്നു. ഇറങ്ങിയപ്പോൾ ആരും നോക്കാനില്ല. ഇങ്ങനെയൊക്കെ പല രീതിയിൽ പുള്ളി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ്ട് പറഞ്ഞ ആറന്മുള നോക്കിക്കോ, നേരത്തെ ആറന്മുള ഒരു ലക്ഷ്യം വെച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എങ്ങും എവിടെങ്കിലും പണ്ട് വലിയ അഭ്യാസി പറഞ്ഞല്ലേ, അഭ്യാസി വീട്ടിൽ ചെന്ന് അടി മേടിച്ച് പൊച്ചം തിരിഞ്ഞാൽ ചെന്നെ. കാരണം പെണ്ണുമ്പിള്ളയുടെ ചെന്ന് പെണ്ണുമ്പിള്ളയുടെ രാവിലെ തൊട്ട് വൈകുന്നേരം പറയാം, ഞാൻ ഇന്നാളെ അടിച്ചിട്ടുണ്ട്, ഇവിടെ വീണിട്ടുണ്ട്, ഞാൻ വലിയ അഭ്യാസിയാണ്, എന്നെ കണ്ട എല്ലാവരും വിടയ്ക്കും മൂത്രം ഒഴിക്കും എന്നൊക്കെ പറയും ഈ അഭ്യാസി. അപ്പം ഒരു അടി കൊണ്ട് പൊച്ചം തിരിഞ്ഞു മുഖത്തൊക്കെ ഈ നമ്മൾ കൈ കൊണ്ട് അടിക്കുമ്പോൾ പാട് വരത്തില്ല, അതേ രീതി വന്ന് കൊച്ചാട്ടൻ വീട്ടിൽ വന്നിരിക്കുന്നത് പറഞ്ഞു, എന്തോ ചേട്ടാ എന്തോ പറ്റി ആരുണ്ട് അതെന്താ അഭ്യാസമൊക്കെ അറിയാവുന്ന എല്ലാ ചിട്ടയും പഠിച്ചിട്ട് എല്ലാവരും തല്ലുന്ന, അല്ലെങ്കിൽ ഈ മല്ലനില്ലേന്ന് ചോദിച്ചു. എൻ്റെ മുന്നേ ഈ ചെവിടെടുക്കാൻ ഇവന്മാർ നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ, അന്ന് എടുത്തെടുത്ത് അവന്മാർ പിടിച്ചേക്കുമായിരുന്നു. ആ രീതിയിലുള്ള പ്രകടനമായിരുന്നു. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞതുപോലെ ഇയാൾക്കിപ്പോൾ എല്ലായിടവും മത്സരിക്കണം, നിൽക്കണം, എനിക്ക് സീറ്റ് വേണം, ഞാനാണ് മത്സരിക്കുന്നത്, ഞാനുണ്ടെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം ചിത്രത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് ഇതൊരു ബാധ്യതയാണ്, അല്ലെങ്കിൽ ചുമക്കുന്നിടം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല എന്ന് മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു. അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ഈ പറയുന്നത് കൂട്ടായിട്ട് ഈ സന്ദീപ് വാര്യർ ഒരു അസറ്റായിട്ട് അവർക്ക് തോന്നുന്നില്ല, ബാധ്യതയായിട്ടാണ് തോന്നുന്നത്. കാരണം സന്ദീപ് വാര്യർ എന്ന് പറയുന്ന സാധനം നമ്മൾ പറയത്തില്ലേ, ഈ കാക്ക എല്ലാവരുടെയും കാഷ്ടം അടിക്കും, കാക്കയുടെ കാഷ്ടം ആരും അടിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പം സന്ദീപ് വാര്യരുടെ അവസ്ഥ. ഏതായാലും സീറ്റ് കിട്ടുമോ കിട്ടത്തില്ല എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇങ്ങനെ മത്സര ബുദ്ധിയോടുകൂടി ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടാലും കോൺഗ്രസ് സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് മുസ്ലിം ലീഗിലോട്ട് പോവോ? അയ്യോ, ഏറ്റവും ആദ്യം പോകാൻ നിൽക്കുകയാണ് അദ്ദേഹം മുസ്ലിം ലീഗിൽ. ആ മുസ്ലിം ലീഗിൽ പോയ ഇയാൾക്കറിയാം ഭയങ്കര ഗുണമല്ലേ മുസ്ലിം ലീഗിനകത്ത്. അവർക്ക് മത്സരിക്കുന്നവരൊക്കെ ജയിക്കുന്ന സീറ്റുകളാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് സ്ട്രൈക്കിംഗ് റേറ്റുള്ള പാർട്ടിയാണ്. നമ്മൾ എത്ര പറയുമ്പോഴും അവർ നിൽക്കുന്നിടത്തും അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് പാർട്ടിയുണ്ട്, സംവിധാനമുണ്ട്, ജയിക്കുന്നവരുണ്ട്. ജയിക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുല്ലൂര് അല്ലെങ്കിൽ ഇങ്ങോട്ട് വടക്കോട്ട് അവിടെ ഏരിയ ജയിക്കും. അപ്പം ഇയാൾ വിചാരിക്കുന്നത് മുസ്ലിം ലീഗായ ഏത് ലീഗായാലും കുഴപ്പമില്ല, ഏത് വേഷവും ഞാൻ കെട്ടാം, എനിക്കൊരു MLA ആവണം, 10 പൈസ ഉണ്ടാക്കണം, 10 തുട്ടുണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഉള്ളത്. അതിനുവേണ്ടി അങ്ങോട്ട് തങ്ങൾ പറഞ്ഞാൽ ഞാൻ എവിടെയും മത്സരിക്കും, തങ്ങൾ പറയുന്നത് മുസ്ലിം ലീഗിനോട്ടങ്ങനെ മത്സരിച്ചോളാൻ എങ്ങാനും പറയുമെന്നായിരിക്കും. എന്തായാലും ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ് ഈ പാഴ്വസ്തുവിൻ്റെ കാര്യമൊക്കെ പറയാതെ ഡീസൻ്റുള്ള കാര്യം ചോദിക്കും, മറുപടി പറയാം എന്നുള്ള രീതിയിലേക്കാണ് അത്രയും വർദ്ധാനം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ
പഴയതുപോലെ ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല, കാണുന്നില്ല. കാണുന്നില്ല. എന്തിനും അഭിപ്രായം പറയാം. ഇപ്പൊ അഭിപ്രായം പറച്ചിലൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൃത്യമായ നിയന്ത്രണം സന്ദീപ് വാര്യർക്ക് പാർട്ടിക്കകത്തു നിന്ന് കോൺഗ്രസിനകത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനിയും പാർട്ടി അറിയാതെ, പാർട്ടി പറയാതെ ഒരുപക്ഷെ പ്രതികരിച്ചാൽ പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന ഒരവസ്ഥ ഇല്ല എന്ന് കോൺഗ്രസ് പാർട്ടി പറയണമെങ്കിൽ സന്ദീപ് വാര്യരുടെ അവസ്ഥ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.